നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ മത്സരങ്ങൾ, ഇപ്പോൾ നടന്ന മത്സരങ്ങൾ ഒരുപക്ഷെ മലയാളി താരം സഞ്ജു സാംസനെ മറക്കാനാകാത്ത ഒരു ടൂർണമെന്റായി മാറുകയാണ്. പ്രകടനം കൊണ്ട് നിരാശപ്പെടുത്തിയത് മാത്രമല്ല, അഞ്ചാം മത്സരത്തിനിടെ പരിക്കും സഞ്ജുവിനെ വേട്ടയാടിയിരിക്കുകയാണ്. ഇതോടെ സഞ്ജുവിന്റെ ഭാവി മത്സരങ്ങളും തുലാസിലായിരിക്കുകയാണ്. കൈവിരലിന് പരിക്കേറ്റ സഞ്ജുവിന് 6 ആഴ്ചയെങ്കിലുമാണ് വിശ്രമമായി വേണമെന്ന് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജുവിനോട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിക്ക് കീഴിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ചികിത്സ തേടാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. IPL വരാനിരിക്കെ സഞ്ജുവിനേറ്റ പരിക്ക് താരത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് പരമ്പരയിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിൽ നിന്ന് കരകയറാൻ സഞ്ജുവിന് മുന്നിലുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് പരിക്ക് താരത്തിന് മുന്നിലെത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ സഞ്ജു വൈകാതെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് ചേരും എന്നാണ് വിവരം. പരിക്ക് മൂലം സഞ്ജു സാംസണ് നേരിടേണ്ടി വന്ന തിരിച്ചടികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മോശം ഫോമിലുള്ള സഞ്ജുവിന് ഫോം വീണ്ടെടുക്കാനുള്ള സുവർണാവസരമായിരുന്നു രഞ്ജി ട്രോഫി. നിലവിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജു സാംസണും തമ്മിലുള്ള ഭിന്നത നിലനിൽക്കെ ഈ പ്രശ്നം അവസാനിപ്പിച്ച സഞ്ജു രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. കേരളം 6 വർഷത്തിന് ശേഷം രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ക്വാർട്ടറിൽ കളിച്ച് ഫോം കണ്ടെത്താനായാൽ നിലവിലെ വിമർശനങ്ങൾക്ക് വിരാമമിടാമായിരുന്നു. പക്ഷെ പരിക്കിനെ തുടർന്ന് സഞ്ജുവിന്റെ ഈ പ്രതീക്ഷകളും അവസാനിച്ച മട്ടാണ്. ഇതുകൂടാതെ IPLന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന ക്യാമ്പിലേക്ക് എത്താനുള്ള സഞ്ജുവിന്റെ നീക്കവും പാളിപ്പോയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജു ടീമിലില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം നേരത്തെ പരിശീലനം നടത്താൻ സഞ്ജുവിന് മുന്നിൽ അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പരിക്കേറ്റതോടെ സഞ്ജുവിന്റെ ഈ പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ സഞ്ജുവിന് എങ്ങോട്ടും പോകാൻ സാധിക്കുകയില്ല. ഇക്കാരണത്താൽ സഞ്ജുവിന് രഞ്ജി ട്രോഫിയും IPL ക്യാമ്പും നഷ്ടമാകും. ലഭിക്കുന്ന വിവരം അനുസരിച്ച് IPLിലെ ആദ്യ മത്സരങ്ങൾ സഞ്ജു സാംസൺ എന്തായാലും നഷ്ടമാകും. മെഗാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജുവിന് ആദ്യ മത്സരങ്ങൾ കളിക്കാൻ സാധിക്കാതെ പോയാൽ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കും. രാജസ്ഥാന്റെ ആദ്യ മത്സരങ്ങളിലെ പ്രകടനങ്ങൾ മോശമായാൽ പിന്നീട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ദുഷ്കരവുമാകും. ആദ്യ മത്സരങ്ങൾ ടീം പ്രതീക്ഷിച്ച വിജയം നേടാനാകാത്ത പക്ഷം രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്താനും പ്രയാസകരമാകും. നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസണെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. പിന്നീടുള്ള മത്സരങ്ങൾ സമ്മർദ്ദം നിറഞ്ഞതാകും. IPLിലെ ആദ്യ മത്സരങ്ങളിൽ സാധാരണ സഞ്ജു മികവ് കാട്ടാറുണ്ട്. മികച്ച തുടക്കം ലഭിക്കാത്ത പക്ഷം ബാറ്റർ എന്ന നിലയിലെ സഞ്ജുവിന്റെ പ്രകടനത്തെയും അത് സാരമായി ബാധിക്കും. നിലവിലെ മോശം ഫോമിന്റെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ വിമർശനത്തിനും വഴിവെക്കും. നിലവിൽ T20യിലെ ഓപ്പണറാണ് സഞ്ജു. എന്നാൽ ഇംഗ്ലണ്ട് പരമ്പരയിലെ മോശം പ്രകടനത്തോടെ സഞ്ജുവിന്റെ ഓപ്പണർ സ്ഥാനത്തിനും ഇളക്കം തട്ടിയിട്ടുണ്ട്. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച ദുഷ്കരമായ നാളുകളാണ് വരാനിരിക്കുന്നത്. ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റേ മതിയാകൂ സഞ്ജുവിന്.